നമസ്കാരം. ആഗോള അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പിന്റെ പൂർണ്ണ രൂപമാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. റിപ്പോർട്ടിലെ ഞെട്ടിപ്പിക്കുന്ന സാമ്പത്തിക ക്രമക്കേട് വിവരങ്ങൾ. നടക്കാത്ത ഭജനയ്ക്ക് നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിൽ 8 ലക്ഷം രൂപയുടെ ബിൽ എഴുതിയെടുത്തിരിക്കുന്നു. പകരം പ്രധാന വേദിയിൽ നടന്ന ഗായകൻ ഇഷാൻ ദേവിന്റെയും സംഘത്തിന്റെയും ഭക്തിഗാന സദസ്സാണ്. ഈ ഗായക സംഘത്തിന് പണം കൊടുത്ത ബില്ലി ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഭാഗമായി സമർപ്പിച്ചിട്ടുമില്ല. അതേസമയം വിജയ് യേശുദാസ്, വീരമണി തുടങ്ങിയവരുടെ പാട്ട് പരിപാടിയുടെ ഈ കണക്കുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുമില്ല. കഴിഞ്ഞ വർഷം അയ്യപ്പ വിശ്വാസികളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് പിണറായി സർക്കാർ കൊട്ടിഘോഷിച്ച് ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തി. അത് അവർ പ്രതീക്ഷിച്ച അത്രയും ആളുകൾ വന്നില്ല. എന്നാൽ ചെലവ് അവർ വിചാരിച്ചേക്കാൾ കൂടുതലായിരുന്നു. അല്ലെങ്കിൽ അതിനുവേണ്ടി തന്നെയായിരിക്കാം അവർ അത് സംഘടിപ്പിച്ചത്. എന്തായാലും അതിൻ്റെ കണക്കുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നു. സാധാരണഗതിയിൽ മലയാളികളെ ഞെട്ടിക്കേണ്ട കണക്കുകളാണ്. പക്ഷേ നിരന്തരം നമ്മൾ ഇത്തരം കാര്യങ്ങൾ തന്നെ കേൾക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്കൊരു നിർവികാരതയാണ്. യാതൊരു ഫീലിങ്സും ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷേ ഈ പ്രബുദ്ധത എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇവന്മാർ മറ്റേതോ ഒരു ലോകത്ത് കൊണ്ട് എത്തിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രതികരണശേഷിയൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, നടത്താത്ത പരിപാടിയുടെ പേരും പറഞ്ഞുകൊണ്ട്, അതും ഈ മലയാളികൾക്കെല്ലാം അറിയാവുന്ന നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പേരിൽ 8 ലക്ഷം രൂപ എഴുതി മാറ്റിയിരിക്കുന്നു. അവരാണ് ആ ദിവസം ആ ജില്ലയിൽ പോലുമില്ല. അങ്ങനെ നടത്താത്ത പരിപാടിയുടെ പേരിലാണ് ഇത് എഴുതി മാറ്റിയിരിക്കുന്നത്. ഇത് പിടിക്കപ്പെടുമെന്ന് അത് എഴുതി വെക്കുന്നവനും അറിയാം. എന്നിട്ടും ആ തൻ്റെ ഇടം കാണിച്ചു. അവിടെ യഥാർത്ഥത്തിൽ മലയാളികളുടെ കഴിവുകേടാണ് വ്യക്തമാവുന്നത്. ഇവരെന്ത് തെമ്മാടത്തരവും എന്ത് തരവഴി കാണിച്ചാലും നമ്മളാരും പ്രതികരിക്കില്ല എന്നും അവർക്ക് യഥേഷ്ടം സ്വതന്ത്രമായി നടക്കാമെന്നുള്ള അഹങ്കാരം കൊണ്ട് മാത്രമാണ്. നമുക്ക് വലിയ വിദ്യാഭ്യാസമുണ്ട്, അല്ലെങ്കിൽ സാക്ഷരതയുണ്ട്, പ്രബുദ്ധരാണ്, നമ്മളാണ് ലോകത്തിലെ നമ്പർ 1 എന്നൊക്കെ പറഞ്ഞ് സൂചിപ്പിക്കുമ്പോൾ നമുക്ക് ആ സുഖപ്പീര് മതി എന്ന് തോന്നുന്നു. നമ്മൾ പിന്നെ ഇവർക്കെതിരെ ഒന്നും മിണ്ടത്തില്ല. നിരന്തരം എത്ര തട്ടിപ്പും കൊള്ളയുമാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇവിടെ ഈ പൊതുജനം അഥവാ വോട്ട് ചെയ്യുന്ന കഴുതകൾക്ക് വല്ല ഭാവമാറ്റം ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ തന്നെ ഇന്ന് നോക്കൂ, മറ്റേതെങ്കിലും സ്ഥലത്തായിരുന്നെങ്കിൽ ഇവിടുത്തെ മാപ്രകളും എല്ലാവരും കൂടി എന്തൊക്കെ ബഹളമുണ്ടാക്കിയേനെ. ഇത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 20-ാം തീയതി നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിലെ തട്ടിപ്പുകളാണ് ഈ പുറത്തേക്ക് വരുന്നത്. ഒരു കട്ടിലിന് 1 ലക്ഷം രൂപ, മുഖ്യമന്ത്രിക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ള കട്ടിലിന് 1 ലക്ഷം രൂപ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഇതെന്തേ സ്വന്തമായി മേടിച്ചാൽ പോലും, എന്തൊരു ചന്ദനത്തിൻ്റെ കട്ടിലാണെങ്കിൽ പോലും അത്രയും വില വരുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഇത് എന്ത് കട്ടിലാണ് ഇവർ ഉപയോഗിച്ചത്? മാത്രമല്ല ടാക്സിക്ക് വേണ്ടിയിട്ട് ഏതാണ്ട് 10 ലക്ഷത്തിന് മുകളിൽ എഴുതി മാറ്റി വെച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ടീമൊന്നും എന്തായാലും ടാക്സിയിലായിരിക്കില്ല വരുന്നത്. ഓക്കെ, ചിലപ്പോൾ മറ്റ് അതിഥികൾക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് കാറും മറ്റൊക്കെ വേണമായിരിക്കും. ശരി, എങ്കിലും അതൊക്കെ മാറ്റി വെച്ചാലും നടത്താത്ത പരിപാടിക്ക് വേണ്ടിയിട്ട് 8 ലക്ഷം രൂപ എഴുതി മാറ്റി, അതും ഏവരും അറിയുന്ന നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പേരിലാണ് ഈ തെമ്മാടിത്തരം കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മളെയാണ് ശരിക്കും നമ്മൾ തന്നെ പഴിക്കേണ്ടത്. നമ്മളാണ് ഇവറ്റകളെ ഇതിനൊക്കെ ഈ കൊള്ള ചെയ്യാൻ അനുവദിച്ചു കൊടുക്കുന്നത്. എത്ര എണ്ണമായി? ശബരിമലയെ ചുറ്റിപ്പറ്റി തന്നെ എത്ര എണ്ണമായി? കോടാനുകോടി ഭക്തരുടെ വികാരങ്ങൾ ചവിട്ടി മെതിച്ചുകൊണ്ടല്ലേ അവർ നിരന്തരമായിട്ട് ആ കേന്ദ്രം, ആ ശബരിമല എന്ന ആ വിശ്വാസ കേന്ദ്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്രയും കൊള്ള അവർ നടത്തി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അവർക്ക് വല്ല ഒതുക്കമുണ്ടോ, അടക്കമുണ്ടോ? വീണ്ടും തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പ് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ സാധാരണ വീഡിയോകൾ ആളുകൾ കാണുന്ന അത്രയും ഒന്നും ആ വീഡിയോ കണ്ടിട്ടില്ല. ഞാൻ നേരത്തെ തൊട്ടേ പറയുന്നൊരു കാര്യമാണ്, എല്ലാ ആഴ്ചയിലും തിരുവനന്തപുരത്ത്, അതായത് തലസ്ഥാന ജില്ലയിൽ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ഓരോ കോൺക്ലേവ്, സമ്മിറ്റ്, മീറ്റിംഗ്, കോൺഫറൻസ് എന്നൊക്കെ ഓമന പേരിട്ടുകൊണ്ട് വലിയ പരിപാടികൾ നടത്തുന്നുണ്ട്. അത് മിക്കതും ഇവൻറ്റ് മാനേജ്മെൻറ്റാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത്. ഇതെല്ലാം ഇവർ നടത്തുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ 1 കോടി രൂപ, 2 കോടി രൂപയൊക്കെ ചിലവ് വരുന്ന പരിപാടി ആണെങ്കിലും എഴുതിയെടുക്കുന്നത് 5 കോടിയും 6 കോടിയൊക്കെ ആയിരിക്കും. അതൊക്കെ പോകുന്നത് ഭരണവുമായിട്ട് നേരിട്ട് പോലും ബന്ധമില്ലാത്തവരുടെ പോക്കറ്റിലേക്കാണ് എന്ന് ഓർക്കുക. നമ്മളെയാണ് ഇവർ കൊള്ളയടിക്കുന്നത്. അതിൻ്റെ ഒരു വിഹിതം തീർച്ചയായിട്ടും ഭരിക്കുന്നവർക്ക് കിട്ടുന്നുണ്ടാവാം. ഇതെല്ലാം ഈ ഭക്ഷണം, അതേപോലെ തന്നെ താമസം, യാത്ര സൗകര്യങ്ങൾ, ഇതെല്ലാം ഓരോ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾക്കായിട്ട് അവർ പതിച്ചു കൊടുക്കുകയാണ്. ടെൻഡർ പോലും ഇല്ലാതാണ് പലതും അവർ സാധ്യമാക്കി കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ വലിയ ലാഭമല്ല, കൊള്ള തന്നെയാണ് നടത്തുന്നത്. അതിനൊരു പങ്ക് ഇതിന് ചുക്കാൻ പിടിക്കുന്നവർക്ക് കിട്ടും. തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക് കൃത്യമായിട്ടും അറിയാൻ സാധിക്കും. എല്ലാ ആഴ്ചയിലും നിങ്ങൾ നോക്കിക്കോളൂ, എല്ലാ അന്താരാഷ്ട്ര മീറ്റിംഗ് അല്ലെങ്കിൽ കോൺഫറൻസ്, സമ്മിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ അതെന്തുദ്ദേശം കൊണ്ടാണോ ചെയ്യുന്നത് അതിൻ്റെ 1% പോലും താഴെത്തട്ടിലേക്ക് വരാറില്ല. ഉദാഹരണത്തിന് മത്സ്യത്തൊഴിലാളികളുടെ പേരിൽ അവിടെ സമ്മിറ്റ് നടത്താറുണ്ട്, മീറ്റിംഗ് നടത്താറുണ്ട്, കോൺഫറൻസ് നടത്താറുണ്ട്. അതേപോലെ തന്നെ മെഡിക്കൽ രംഗത്തിൻ്റെ പേരിൽ നടത്താറുണ്ട്, കർഷകരുടെ പേരിൽ നടത്താറുണ്ട്, IT മേഖലയുടെ പേരിൽ നടത്താറുണ്ട്. പക്ഷേ ഇതൊന്നും താഴേക്ക് വരാറില്ല. ഇതെല്ലാം അവർ എല്ലാ ആഴ്ചയും ഇങ്ങനെ നടത്തി പോവുകയാണ്. അതിനനുസരിച്ചുള്ള ചെലവും അവർ എഴുതിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ വലിയ ഒരു രൂപമാണിപ്പോൾ ശബരിമലയിൽ കണ്ടത്. അതും ഈ സർക്കാർ ഇത്രയേറെ വിവാദത്തിൽ നിൽക്കുമ്പോൾ തന്നെ അവരതിന് മുതിർന്നു. ഒരു ഒളിപ്പുമില്ലാതെ, ഒരു ഭയവുമില്ലാതെ നടത്താത്ത നന്ദഗോവിന്ദൻ ഭജൻസിൻ്റെ പേരിൽ 8 ലക്ഷം രൂപ എഴുതി മാറ്റണമെങ്കിൽ തൊഴേണ്ടത് അവരെയല്ല, നമ്മളെ തന്നെയാണ് തൊഴേണ്ടത്. ഇതുപോലുള്ള കൊള്ളക്കാരെയാണല്ലോ നമ്മൾ തിരഞ്ഞെടുത്ത് ജയിപ്പിച്ചു വിട്ടത് എന്ന് ഓർത്തുകൊണ്ട് നമ്മളെ തന്നെയാണ് യഥാർത്ഥത്തിൽ പഴിക്കേണ്ടത്.